ഹലോ, അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇത് പാലക്കുന്ന് ഭരണി മഹോത്സവത്തിന് പോയ ബ്ലോഗാണ്. ഇത് ഭരണി മഹോത്സവം എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും ക്രൗഡായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചന്തയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. 2 റോഡ് സൈഡിലും മൊത്തം ചന്തയിലാണ്. അപ്പോൾ നമ്മളെ കണ്ട് ഫസ്റ്റ് തന്നെ ഓല് കമ്മലേക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓരോ കമ്മലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഏതാ ഇഷ്ടമായി എന്നെല്ലാം. അപ്പോൾ ഓരോ ചന്തയിലെല്ലാം കയറുന്ന സമയത്ത് ഇവിടെ ആറാട്ട് മിഠായി, ഈ വൈറ്റ് കളർ ഉണ്ടോ, അത് ആറാട്ട് മിഠായി നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, കാസർഗോഡ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഷോപ്പിലുള്ള ആൾക്കാർ പറയുന്ന അത് മാത്രം എടുക്കണ്ട, ഞങ്ങളുടെയും കൂടി വീഡിയോ എടുത്തോ എന്നെല്ലാം പറയുന്നത്. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഓരോ കമ്മലെല്ലാം നോക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വൈകുന്നേരം വിട്ടുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ രാത്രി ഏകദേശം 2 മണി വരെയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അമ്പലത്തിൻ്റെ അകത്ത് കയറി. നമ്മളെല്ലാ വർഷവും ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാഴ്ച കാണാറാണ് പതിവ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പട്ടി ഷോ ഒക്കെ ആക്കി പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കാഴ്ച കാണുന്ന സമയമായി. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സെല്ലാം അയച്ചിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഉദുമ പ്രദേശിൻ്റെ തിരുമുൽ കാഴ്ചയാണ്. പിന്നെ ഈ ഒരു വലിയ ഡ്രാഗൺ ഉണ്ടല്ലോ, അത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടല്ലേ. ശരിക്കും പറയുമ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കഷ്ടപ്പാടല്ലേ ഇതെല്ലാം. ശരിയാണ്, ഓരോ ജോലിക്കും ഓരോ കഷ്ടപ്പാടുണ്ട്, എന്നാലും പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്ത കാഴ്ച വന്നു. അങ്ങനെ ഇപ്രാവശ്യം ഏകദേശം 4 കാഴ്ചയാണ് ഉണ്ടായത്. ഈ കാഴ്ചയിൽ വെറൈറ്റി ആയിട്ടൊരു ആനക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് ചമ്മയിച്ച് ഒരുക്കിയ ഒരു ആനക്കുട്ടിയാണിത്. ഇങ്ങനെയുള്ള വലിയ വലിയ രൂപങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. ഇവർ ശരിക്കും ഇങ്ങനെ കുരങ്ങന്മാരെ പോലെ തന്നെ നല്ല അടിയുണ്ടാക്കലും ശരിക്കും വന്ന് പേടിപ്പിക്കലും കാര്യമില്ലായിരുന്നു. നല്ല രസമായിരുന്നു ഇവരെ കളിയാണ്. ഇവർ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ വന്ന് പെട്ടെന്ന് പേടിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാൾ ഒളിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ബാക്കിൽ നാളെ ഒരു ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടിച്ചിരിക്കുന്ന ശരിക്കും പേടിച്ചിട്ടാ. പിന്നെ അതിന് ശേഷം 3ാമത്തെ കാഴ്ചയായിരുന്നു പള്ളിക്കര തണ്ണീർപ്പുഴ കാഴ്ച. അപ്പോൾ എല്ലാ കാഴ്ചയിലും ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി കാര്യങ്ങളാണ്. പ്രാവശ്യം പള്ളിക്കരയിൽ ഈ ഒരു ഈ സാധനം ഇപ്രാവശ്യത്തെ കാഴ്ച.
പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവനെ കണ്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ കൂട്ടത്തിൽ 3 കാഴ്ചയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം വീഡിയോ എടുത്തു, ഈ കുറച്ച് തുമ്പികളും പൂച്ചയെല്ലാം വീഡിയോ എടുത്തു. അപ്പോൾ നമ്മുടെ 4ാമത്തെ കാഴ്ച അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മളെ 3ാമത്തെ കാഴ്ചേൻ്റെ പള്ളിക്കര തണ്ണീർപ്പുഴ കാഴ്ചേൻ്റെ വെടി പൊട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. എല്ലാ കാഴ്ചയിലും വെടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കാഴ്ചയും കഴിഞ്ഞിട്ടും അവരെ വെടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇറങ്ങുമ്പോൾ 1:57 2 മണിയാവാനായി. പക്ഷേ മുന്നത്തെ വർഷം വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഭയങ്കര ആൾ കുറവായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ആൾ കുറവാണ്. അപ്പോൾ പോലീസും ഫയർഫോഴ്സും എല്ലാം ഫുള്ള് സെറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം നടന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ. അപ്പോൾ എല്ലാ സാധനങ്ങളും സജീവമായിട്ടുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.